രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ ഒരു സൂത്രധാരനെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബോംബ് വെച്ച മുസഫിർ ഹുസൈൻ സാഹിബിന് പുറമെ അബ്ദുൽ മതീൻ താഹ എന്നയാൾക്കും സ്ഫോടനത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതേസമയം ഗൂഢാലോചന കേസിൽ മുസമ്മിൽ ഷെരീഫ് എന്നയാളെ NIA അറസ്റ്റ് ചെയ്തു. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, അങ്ങനെ ഈ കേസിൽ ഓരോ ദിവസവും കേസുമായി നേരിട്ട് പങ്കുള്ള ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിടിയിലാവുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്? സേതു, മാർച്ച് 3-നാണ് ഈ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഈ സ്ഫോടനം നടത്തിയത് ആര് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം NIAക്ക് ലഭിച്ചിരുന്നു. അബ്ദുൽ മതീൻ താഹ എന്നുള്ള ISIS-മായി ബന്ധമുള്ള ആൾക്കാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. ഇതുകൂടാതെ ഈ ബോംബ് വെച്ചത് മുസാഫിർ ഷെസീബ് ഹുസൈൻ എന്നുള്ള വ്യക്തിയാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള കർണാടക സ്വദേശി മുസാഫിർ ഷെരീഫ് ഇയാൾ ഈ കേസിന്റെ ഗൂഢാലോചനയിൽ കാര്യമായി പങ്കെടുത്ത ആളാണ്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതും മറ്റും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഇയാൾക്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് അന്വേഷണ ഏജൻസിക്കുള്ളത്. കഴിഞ്ഞ ദിവസം 18 ഇടങ്ങളിൽ, അതായത് 12 ഇടങ്ങൾ കർണാടകയും 5 സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുമായി 18 ഇടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മുസാഫിർ ഷെരീഫിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ അബ്ദുൽ മതീൻ താഹയ്ക്കും അതുപോലെ തന്നെ ബോംബ് വെച്ച മുസാഫിർ ഷെസീബ് ഹുസൈനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ശരി ശ്രീധരൻ.